വേണ്ടപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ കഴിയാതെ ഒരു യുവാവ് മസ്കറ്റിൽ രോഗത്തിന് കീഴടങ്ങി. രോഗിയായ ഭർത്താവിനടുത്ത് താൻ വഴിയൊരുക്കണമെന്ന് ഭാര്യ 2 ദിവസം മുമ്പ് പൊട്ടിക്കരഞ്ഞ് അപേക്ഷിച്ചു എയർ ഇന്ത്യയോട്. കാശ് വാങ്ങി ടിക്കറ്റ് നൽകിയ കമ്പനിയോ ഒരു മുന്നറിയിപ്പുമില്ലാതെ സമരം പ്രഖ്യാപിച്ച ജീവനക്കാരോ അത് കേട്ടതേയില്ല. വിമാന ജീവനക്കാരുടെ സമരം ഒരു കുടുംബത്തിന് നൽകിയത് ആജീവനാന്ത അനാഥത്വം. മിന്നൽ പണിമുടക്ക് എന്നും മനുഷ്യജീവിതത്തിന്റെ താളം തെറ്റിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പില്ലാത്ത എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരം അനാഥമാക്കിയത് ഈ ജീവിതങ്ങളെ. പ്രിയതമനെ ഒരു നോക്കു കാണാൻ അന്നേ കെഞ്ചിയതാണ് അമൃത. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു എമർജൻസി ആയിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ പറഞ്ഞ് എന്തെങ്കിലും സൊല്യൂഷൻ പറയാൻ പറഞ്ഞാൽ അതുമില്ല. മാനേജറാണെങ്കിൽ പുറത്തൊന്നും സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ മക്കളെയും ഭാര്യയും കാണാതെ രാജേഷ് പോയി. ഹൃദയാഘാതം സംഭവിച്ച് ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുമ്പോൾ രാജേഷിന്റെ ആഗ്രഹം തൻ്റെ പ്രിയപ്പെട്ടവളും കുട്ടികളും കുടുംബവും കൂടെ ഉണ്ടാകണമെന്നതായിരുന്നു. ആ ആഗ്രഹം നാട്ടിലറിയിച്ചതിന് പിന്നാലെ അമൃതയും കുടുംബവും മസ്കറ്റിലേക്ക് ഫ്ലൈറ്റ് കയറാനെത്തി. പക്ഷേ എത്തിയത് ആ ദിവസം. അലവൻസ് കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ പണിമുടക്ക് നടത്തിയ ആ ദിവസം. അവിടെ മറ്റു യാത്രക്കാരോടൊപ്പം രാജേഷിന്റെ കുടുംബവും പ്രതിഷേധിച്ചു. കമ്പനിയെ അടിയന്തര സാഹചര്യം അറിയിച്ചു. ആവശ്യം പരിഗണിച്ച് പിറ്റേന്ന് രാവിലെയുള്ള ഫ്ലൈറ്റിന് അമൃതയ്ക്കും അമ്മയ്ക്കും ടിക്കറ്റ് നൽകി. പക്ഷേ അവിടെയും കുടുംബത്തെ ഭാഗ്യം തുണച്ചില്ല. സമരം തുടർന്നു. വീണ്ടും യാത്ര റദ്ദാക്കേണ്ടി വന്നു. സാഹചര്യം വിശദീകരിച്ച് ജീവനക്കാരോട് അപേക്ഷിച്ചെങ്കിലും ചെവിക്കൊണ്ടില്ല. എന്തെങ്കിലും ചെയ്ത് തങ്ങളെ സഹായിക്കാമായിരുന്നില്ലേ എന്ന കുടുംബത്തിന്റെ സങ്കടത്തിന് ഇനി ആരുത്തരം പറയും? ഒരു നോക്ക് കണ്ടിരുന്നെങ്കിൽ അവരിപ്പം ജീവിച്ചിരുന്നേനെ. ആകെ വീട്ടിൽ റൂമിനകത്ത് ഈ 2 ദിവസം കൊണ്ട് റൂമിനകത്ത് ഒറ്റയ്ക്കാണ് കിടന്നത്. ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ചെല്ലാൻ വേണ്ടി പോയിട്ട് പോലും ഈ എയറിൻ്റെ കാര്യം ഈ സമരത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അവരൊരു കരുണ കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഫ്ലൈറ്റ് ഞങ്ങൾ കാലി വീണതുപോലെ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് കയറ്റി എൻ്റെ കുഞ്ഞിനൊന്ന് പറഞ്ഞു വിട്. രാവിലെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ വൈകുന്നേരമായി റൂമിൽ കിടക്കുകയായിരുന്നു. മസ്കറ്റിൽ IT മാനേജറായിരുന്നു നമ്പി രാജേഷ്. 7-ാം തീയതി മുതൽ മസ്കറ്റിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സയിലിരിക്കെ ഇന്നലെയോടെ രാജേഷിന്റെ ആരോഗ്യാവസ്ഥ വീണ്ടും മോശമാവുകയും മരണം സംഭവിക്കുകയും ചെയ്തു. നാളെ പുലർച്ചെയോടെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് നീക്കം. പണം റീഫണ്ട് ചെയ്യാമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ തീരാ നഷ്ടത്തിന് ഉത്തരവാദിയായവർക്കെതിരെ നിയമ പോരാട്ടം നടത്താനൊരുങ്ങുകയാണ് രാജേഷിന്റെ കുടുംബം. ഉറ്റവരെത്തിയില്ല. ഭാര്യയും മക്കളെയും കാണാതെ നമ്പി രാജേഷിന്റെ മടക്കം. കാരണം എയർ ഇന്ത്യ ജീവനക്കാരുടെ അപ്രതീക്ഷിത പണിമുടക്ക്. കമ്പനിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം.